3 പ്രസംഗം നടത്തി. പക്ഷേ എന്ന് തീരെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ പൊട്ടനാണെന്ന്. അതുകൊണ്ട് സംസാരിക്കണമെന്നുള്ളത് എന്റെ ഒരു നിശ്ചയമാണ്. പക്ഷെ ഈ പ്രസംഗമൊക്കെ നമ്മളെ വികാര വായ്പിനെ വളരെയേറെ മനസ്സിൽ കെട്ടിയിട്ട പോലെ തോന്നുകയാണ്. ഞാന് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു കാലത്ത് എന്റെ ജില്ല ഇതുപോലെ ഇതല്ല, ഇതിനേക്കാൾ അപ്പുറത്ത് എത്ര ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണൂരിൽ 32 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ്. 32 ശവശരീരങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് റീത്ത് വെച്ച് ഏറ്റെടുത്ത മനസ്സാണ് എന്റെ മനസ്സ്. ഇതൊക്കെ കാണുമ്പോ കൃപേഷിന്റെയും ശരത്തിന്റെയും ഈ ഇവിടുത്തെ ചർച്ച നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ അകത്ത് ഒന്നിനു പുറകെ മറ്റൊന്നായി കുതിച്ചു വരുന്ന 10-35 ആളുകൾ എന്റെ മനസ്സിലുണ്ട്. ഇന്ന് അവരുടെ കുടുംബത്തെ ഞങ്ങളാണ് നോക്കുന്നത്. കുടുംബത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു മകൻ പോയപ്പോ കുടുംബത്തിന്റെ എല്ലാ സഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി. മറ്റൊരു കുട്ടി പോയപ്പോ ആകെപ്പാടെ ആ കുടുംബമൊക്കെ തെണ്ടിപ്പെറുക്കി ജീവിക്കുന്നിടത്തേക്ക് അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ അവരുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 2 പേർക്ക് ഞങ്ങൾ 2 വീട് കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ പൈസയില്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കും. സാധനം വാങ്ങാൻ പൈസയില്ലെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങാൻ ആഴ്ചതോറും കാശ് കൊടുക്കും. ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. ഏതാണ്ട് ആ വീടുകളൊക്കെ നോക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കിപ്പോ എന്റെ കണ്ണിന്റെ അകത്ത് നിഴൽപ്പാടായി നിൽക്കുകയാണ്. മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് ഈ ശരീരത്തിന്, വെട്ടേറ്റ ശരീരത്തിന് റീത്ത് വെച്ച് എടുത്ത് കാറിൽ വെച്ച് വണ്ടിയിൽ വെച്ച് അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വരവ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുകയാണ്. അത്രമാത്രം ആ വീടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും കരയും. അത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ആ വീടുകളിലൊന്നും ഞാൻ നേരിട്ട് പോകാറില്ല. അപൂർവമായിട്ടേ പോകാറുള്ളത്. ആവശ്യം വന്നാൽ ഞാൻ പോകും. അല്ലാത്തതെല്ലാം എന്റെ പാർട്ടിയുടെ മറ്റു ഭാരവാഹികളെ അയച്ച് അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വികാരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ 2 ചെറുപ്പക്കാരും നമ്മളുമായി അഭേദ്യമായി ബന്ധമുള്ളവനായി. ഈ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് ഒരു 2 മാസം 2-3 മാസം മുമ്പ് ഞാൻ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പ്രദേശത്ത് പോയി. നല്ല ഭീഷണിയുണ്ട്. ആ പ്രദേശത്ത് പോയി അവിടെ നമ്മുടെ ഓഫീസിന്റെ പരിസരമെല്ലാം പരിശോധിച്ചു. അവിടെ ഏതോ കുറച്ച് കടകളിലൊക്കെ കയറിയിരുന്ന് ഞാനിങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് CPM-കാർ കരുതിക്കോട്ടെ എന്ന് കരുതിക്കഴിഞ്ഞതാ. അല്ലാതെ വേറെ നടക്കാനൊന്നുമല്ല. പക്ഷേ ആ മക്കളെ ഇപ്പോഴും എന്റെ മനസ്സിന്റെ അകത്തുണ്ട്. എന്നെ തന്നെ പിന്തുടർന്നുകൊണ്ട് എന്റെയോടൊപ്പം അവരുടെ വീടുകളിലും പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെ എന്നെ കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ആങ്ങൾക്ക് ഒരു പങ്ങൾക്ക് ഒരാങ്ങള. 1 പോയാൽ 2 പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കുടുംബം നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേട്ടനും അതുപോലെ തന്നെ സത്യനാരായണനും ഇവിടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്. അവരുടെ മനസ്സിന്റെ അകത്ത് ഈ തിക്തമായ അനുഭവത്തിന്റെ അരുചി നഷ്ടപ്പെട്ടു പോവില്ല. ഒരിക്കലും മരിക്കുന്നത് വരെ അതുണ്ടാവുക സ്വാഭാവികമാണ്. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPM-ന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി അവർക്ക്?
CPM-ന് എന്ത് കിട്ടി? CPM ഇവിടെ ജയിച്ചോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ? CPM-ന് എന്ത് കിട്ടി? CPM-ന് രണ്ട് ചെറുപ്പക്കാരെ, രണ്ട് കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം.